Circulatory pathways and next topic. Circulatory pathway rendu tharathilundi. One is open circulatory system and another one is closed circulatory system. Open circulatory system sadharana കാണുന്ന lower organismത്തിലാണ്. Open circulatory systemത്തിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ there is no blood vessels or there is no vascular system. അതായത് body fluid it will be directly open to the body cavity. അതായത് body fluid ഒരു blood vessel കൂടി ഒന്നും പോവില്ല, ആർട്ടറി ഇല്ല, വെയിൻ ഇല്ല, ബ്ലഡ് കാപ്പിലറീസ് ഇല്ല, അങ്ങനത്തെ ഒരു സ്ട്രക്ചർ അവർക്ക് ഉണ്ടാവില്ല. Directly the body fluid it will be passing in the cavity of the body called as sinuses. Okay, open circulatory system സാധാരണ കാണുന്ന arthropod, non-cephalopod mollusk. ഞാൻ ഓൾറെഡി ഇത് പറഞ്ഞായിരുന്നു. And we can see closed circulatory system. Closed circulatory system, it is present in annelid, cephalopod mollusk and all chordata. Okay, this group is closed circulatory system. Now we can see എല്ലാ വെർട്ടിബ്രേറ്റ്സിലും ഒരു മസ്കുലാർ സ്ട്രക്ചർ ഉണ്ട്, ഹാർട്ട് അല്ലേ എന്ന് പറഞ്ഞാൽ ഇൻവെർട്ടിബ്രേറ്റിൽ ഇല്ലാന്നാണോ? ഇൻവെർട്ടിബ്രേറ്റ് ദേ ഹാവ് ദ ഹാർട്ട് പമ്പിംഗ് ഓർഗൻ, ദേ ഹാവ് പമ്പിംഗ് ഓർഗൻ ബട്ട് ദേ ഹാവ് ന്യൂറോജനിക് ഹാർട്ട്. അപ്പൊ നമുക്ക് ഇനി പഠിക്കാനുള്ളത് ഹാർട്ട്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഹാർട്ട് പ്രസന്റ് ഇൻ ഡിഫറെന്റ് ഗ്രൂപ്പ്സ് ഓഫ് ഓർഗാനിസംസ്. അതിനകത്ത് നമ്മൾ പഠിക്കാൻ പോകുന്ന വെർട്ടിബ്രേറ്റിന്റെ ഹാർട്ടിനെ പറ്റിയിട്ടാണ് ഞാൻ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോകുന്നത്. ഇൻവെർട്ടിബ്രേറ്റിന്റെ ഹാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദേ വിൽ ബി ന്യൂറോജനിക്. നമ്മുടെയൊക്കെ വെർട്ടിബ്രേറ്റ്സിന്റെ ഹാർട്ട് എന്ന് പറയുന്നത് മയോജനിക് ആണ്. അതായത് മസിൽസ് കൊണ്ടാണ് ഉണ്ടാക്കിയത്, മസിൽ തന്നെയാണ് അവിടുത്തെ എല്ലാ ആക്ടിവിറ്റീസിനെയും കൺട്രോൾ ചെയ്യുന്നത്. പക്ഷെ ന്യൂറോജനിക് ഹാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂറോൺ ആക്ടിവിറ്റീസ് ആയിരിക്കും അവിടെ ഹാർട്ടിനെ കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, സോ ഹിയർ വി ക്യാൻ സേ ഇൻ ദ കേസ് ഓഫ് ഇൻവെർട്ടിബ്രേറ്റിന്റെ കേസിൽ ആർത്രോപോഡ് അതേപോലെ അനലീഡ് അവരുടെയൊക്കെ ന്യൂറോജനിക് ഹാർട്ടാണ് കേട്ടോ. ന്യൂറോജനിക് ഹാർട്ടാണ് അനലീഡ്, ഇത് ആർത്രോപോഡ് അതിന്റെയൊക്കെ. പക്ഷെ മൊളസ്ക് ഉണ്ടല്ലോ, മൊളസ്ക് ദേ ഹാവ് മയോജനിക് ഹാർട്ട്. മൊളസ്കിന്റെ കേസിൽ അവർക്ക് മയോജനിക് ഹാർട്ടാണ്. അതുപോലെ വെർട്ടിബ്രേറ്റ്സിന്റെ കേസിൽ they have this one myogenic heart. So here we can see heart is a pumping organ present in the body. Heart എന്ന് പറയുന്ന ഒരു pumping organ ആണ്. Heart എന്ന് പറയുന്ന structure that is mesodermally derived in all living organisms. എല്ലാ ലിവിംഗ് ഓർഗാനിസത്തിലും mesodermal layer നിന്നാണ് ഹാർട്ട് ഡിറൈവ് ചെയ്യുന്നത്. Okay, so the pumping organ present in the body, that is circulatory system വരുന്ന നെക്സ്റ്റ് പാർട്ടാണ് പമ്പിംഗ് ഓർഗൻ എന്ന് പറയുന്നത്, ദാറ്റ് ഈസ് ഹാർട്ട്. ഹാർട്ട് ഈസ് മയോജനിക് ആൻഡ് ന്യൂറോജനിക്. ന്യൂറോജനിക് ഇറ്റ് ഈസ് സീൻ ഇൻ ഇൻവെർട്ടിബ്രേറ്റ്. Myogenic heart is present in the case of mollusk and vertebrate. ഇതൊക്കെ ഓർത്തിരുന്നോളൂ കേട്ടോ, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതേപോലെ the heart which is present in the vertebrata, that is originated എല്ലാ ഓർഗാനിസത്തിലും, വെർട്ടിബ്രേറ്റിൽ മാത്രമല്ല എല്ലാ ഓർഗാനിസത്തിലും it is originated from mesodermally derived ആണ് ഹാർട്ട് എന്ന് പറയുന്നത്. Okay, and we can see the heart which is present in different organism, it is having different structure. പലതരത്തിലുള്ള സ്ട്രക്ചർ നമുക്ക് കാണാൻ കഴിയും. എക്സാമ്പിൾ ഇൻ ദ കേസ് ഓഫ് വെർട്ടിബ്രേറ്റ് ലൈക്ക് പൈസസ് ഓർ ഫിഷസിന്റെ കേസിൽ ഹാർട്ടിന് 2 ചേമ്പറേ ഉള്ളൂ, 1 atria and 1 ventricle. ഒരു ഏട്രിയവും ഒരു വെൻട്രിക്കിളും മാത്രമുള്ള 2 ചേമ്പറുള്ള ഹാർട്ടാണ് ഫിഷസിന്റെ കേസിൽ. ഫിഷസിന്റെ റെസ്പിറേഷൻ നടക്കുന്ന എവിടെയാ? ഗിൽസ്. എങ്ങനെയാ? ഗിൽസ് വഴിയാണ് അല്ലെ. ഗിൽസ് വഴി അത് ഓക്സിജൻ റിസീവ് ചെയ്യും. ദാറ്റ് ഈസ് ദ ഓക്സിജൻ which is received to the gills, that is dissolved oxygen present in water. വാട്ടറിൽ ഡിസോൾവ് ആയിട്ടുള്ള ഓക്സിജനെയാണ് ഗിൽസിൽ ട്രാപ്പ് ചെയ്ത് വെക്കുന്നത്. അപ്പൊ നോക്കിയാല് നമ്മുടെ ഈ ഫിഷസിന്റെ ഒക്കെ കേസിൽ ഫിഷസ് ഇതാ ഇങ്ങനെയല്ലേ നീന്തുന്നത്, അവരിങ്ങനെ എഴുന്നേറ്റ് നിൽക്കുന്ന സാധനം ഒന്നല്ലല്ലോ. സോ ദേ ആർ മൂവിങ് ലൈക്ക് ദിസ്, റൈറ്റ്? അപ്പൊ ഈ ഫിഷസിന്റെ കേസില് ഗിൽസിലേക്ക്
ഒരു ഡയറക്ഷണൽ ഫ്ലോ ഓഫ് ബോഡി ഫ്ലൂയിഡ് വേണം. എന്തിനു വേണ്ടിയിട്ടാന്ന് വെച്ചാൽ ബോഡി ഫ്ലൂയിഡ് കംപ്ലീറ്റ് ഗിൽസിലേക്ക് വന്നാൽ മാത്രമാണ് അവിടുന്ന് കംപ്ലീറ്റ് ഓക്സിജൻ എടുക്കാൻ പറ്റുള്ളൂ. So here, after receiving the oxygen by the body fluid blood, it will be just flowing throughout the body. അവർക്ക് പമ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. എന്ത് ബ്ലഡ്? ഓക്സിജനേറ്റഡ് ബ്ലഡ്. പക്ഷെ ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് കറക്റ്റ് ആയിട്ട് ഗിൽസിലേക്ക് പോകണമെങ്കിൽ they have to pump that deoxygenated blood. എന്ന് പറഞ്ഞാൽ ഫിഷസിന്റെ കേസിൽ ഹാർട്ട് ഈസ് ഡീലിംഗ് വിത്ത് ഓൺലി deoxygenated blood. Deoxygenated blood മാത്രമാണ് ഹാർട്ട് ഡീൽ ചെയ്യുന്നുള്ളൂ. സോ ഹിയർ ഫിഷസ് വിൽ ബി ഹാവിംഗ് എ 2-chambered heart. It will be having single atria and single ventricle, and it pumps the blood from the ventricle to the gills region. Gills region lekana the blood pump cheya. This is deoxygenated blood. Deoxygenated blood maatrana evidunna povunullo, heart innu povunullo. After receiving the oxygen from the gills by the blood capillaries, that oxygen it will be dissolved or it will be flowing throughout the body. അത് ബോഡി കൂടെ ചുമ്മാ ഒഴുകി നടക്കുകയാണ് ചെയ്യുക. അത് പമ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ എല്ലാ ഡയറക്ഷനിലും ഒരേപോലെയാണ് മൂവ് ചെയ്യേണ്ടത്. അതുകൊണ്ട് അത് വെയിൻ പോലെ ആക്ട് ചെയ്യുള്ളൂ. സോ ഹിയർ വി ക്യാൻ സേ ഫ്രം ദ ഗിൽസ് the oxygenated blood will be simply flowing through the body. Deoxygenated blood it will be pumped from the heart to the gills region to receive the oxygen from the gills. Okay, so that is a single circulation we can say. This is fish in which we can see single circulation. In the case of amphibians and reptiles, amphibians in the case reptiles in the case നമ്മൾ നോക്കിയാൽ amphibians and reptiles and reptiles, they will be having a 3-chambered heart. 3-chambered heart എന്ന് പറഞ്ഞാൽ they will be having 2 atrias and single ventricle. അവർക്ക് 2 atria ഉണ്ട്, പക്ഷെ ഒരു single ventricle മാത്രമേ ഉള്ളൂ കേട്ടോ. So here we can say the atria, the left atria, it received the oxygenated blood. ഇതെന്താണ്? oxygenated blood receive ചെയ്യുന്ന atria. This is receiving deoxygenated blood. Deoxygenated blood receive ചെയ്യുന്ന right atria. This both will release that blood to the ventricle. It is not separate. So here we can see the single artery, it is coming out from this region and it is bifurcated like this. ഇതിങ്ങനെ രണ്ടായിട്ട് തിരിഞ്ഞു പോകും. ഇങ്ങനെയാണ് ഒന്ന് ലങ്സിലേക്കും പോവും, ഒന്ന് ബോഡി പാർട്സിലേക്കും പോവും എന്ന് പറഞ്ഞാൽ here partial double circulation is occur in the case of amphibians. Amphibiansന്റെ കേസിൽ എങ്ങനെയായിരിക്കും? ഒരു പാർഷ്യൽ ഡബിൾ സർക്കുലേഷൻ ആണ് നടക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഓക്സിജനേറ്റഡ് ആൻഡ് ഡിയോക്സിജനേറ്റഡ് ബ്ലഡ് 2 ചേംബറിലേക്ക് സെപ്പറേറ്റ് ആയിട്ട് റിസീവ് ചെയ്താൽ പോലും when it is entering into ventricle, അത് വെൻട്രിക്കിളിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ രണ്ടും കൂടെ കൂടിക്കലർന്ന് ഓക്സിജനേറ്റഡ് ഡിയോക്സിജനേറ്റഡ് ബ്ലഡ് കൂടിക്കലർന്ന ബ്ലഡ് ആണ് വീണ്ടും ആർട്ടറി വഴി പമ്പ് ചെയ്യുന്നത്. ആർട്ടറി വഴി പമ്പ് ചെയ്യുന്ന ഈ ബ്ലഡ് ഈ ഏട്രിയുടെ ഭാഗത്ത് എത്തിക്കഴിയുമ്പോൾ അത് ബൈഫർക്കേറ്റ് ചെയ്യും. അതായത് രണ്ട് കുഴലുകളായിട്ട് ബ്രാഞ്ചസ് ആയിട്ട് മാറും. ആ ഒരു ബ്രാഞ്ച്, അതിൻ്റെ അകത്ത് ഒരു ബ്രാഞ്ച് ലങ്സിലേക്കും പോവും, ഒരു ബ്രാഞ്ച് ത്രൂ ഔട്ട് ദ ബോഡിയും പോവും. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ the different blood it is coming through the atria and the same blood it is going to 2 different directions. One is towards the lungs and other one it is towards the different parts of the body. So we can say this show a partial double circulation. ഇതെന്താ കാണിക്കുന്നത്? Partial double circulation. ഇനി നമ്മൾ നോക്കിയാല് ഇതിനൊരു എക്സെപ്ഷൻ ഉണ്ട്. റെപ്റ്റൈൽസിന്റെ കേസിൽ തന്നെ ക്രോക്കോഡൈൽ ഈസ് എൻ എക്സെപ്ഷൻ ഫോർ ഇറ്റ്. ഓക്കെ, ക്രോക്കോഡൈലിന്റെ കേസിൽ ദേ ഹാവ് എ 2-chambered ഹാർട്ട്. ഇവർക്കൊരു ക്രോക്കോഡൈലില് 4-chambered ഹാർട്ട്. Crocodile, they have a 4-chambered heart. It will be having 2 atrias and 2 ventricle. 2 atria ഉണ്ട്, 2 ventricle ഉണ്ട്. ഈ ഏട്രിയനെയും വെൻട്രിക്കിളിനെയും ഒക്കെ എങ്ങനെയാണ് സെപ്പറേറ്റ് ആക്കി വെച്ചേക്കുന്നതാണ്. So here this will receive the deoxygenated blood. Here it will receive the oxygenated blood. ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. Now this blood, oxygenated blood, it comes in this region. Oxygenated blood is coming in this region. Deoxygenated blood is coming in this region.
we can see the one artery, it is moving from this direction, another artery, it is moving in this direction. കണ്ടോ എന്ന് പറഞ്ഞാൽ ഓക്സിജനേറ്റഡും ഡീഓക്സിജനേറ്റഡും എങ്ങനെയാണ് ബ്ലഡ് പമ്പ് ചെയ്യുന്നത്? സെപ്പറേറ്റ്ലി ആണ് ബ്ലഡ് പമ്പ് ചെയ്യുന്നത്. ബട്ട് വാട്ട് ഹാപ്പൻ വെൻ ഇറ്റ് റീച്ചസ് ഇൻ ദിസ് റീജിയൻ? ഇവർ രണ്ടുപേരും കോണ്ടാക്ട് ചെയ്യുന്ന ഈ ഒരു റീജിയൻ എത്തിക്കഴിയുമ്പോൾ ഇവർക്ക് ഇവിടെ ഒരു ഹോൾ ഉണ്ട്. സോ വാട്ട് ഹാപ്പൻ, ദിസ് ടു ബ്ലഡ് ഇറ്റ് വിൽ ബി മിക്സ്ഡ് ഇൻ ദിസ് റീജിയൻ. എന്ന് പറഞ്ഞാൽ നമ്മുടെ റെപ്റ്റൈൽസിന്ന് മാമൽസിലേക്കും ബേർഡ്സിലേക്കും ഉള്ള എവല്യൂഷന്റെ സമയത്ത് ആ റെപ്റ്റൈൽസ് 4 ചേമ്പേർഡ് ഹാർട്ട് കാണിക്കുന്നുണ്ടെങ്കിൽ പോലും അത് കംപ്ലീറ്റ് 4 ചേമ്പേർഡ് ഹാർട്ട് പമ്പ് ചെയ്യുന്ന പോലെ ബ്ലഡ് അത്ര എഫിഷ്യൻ്റ് ആയിട്ട് പമ്പ് ചെയ്യാൻ കഴിവുള്ളതല്ല. കാരണം എന്താണ്? അവർക്ക് 2 ഏട്രിയ ഉണ്ട്, 2 വെൻട്രിക്കിളും ഉണ്ട്. ഏട്രിയ, ലെഫ്റ്റ് ഏട്രിയയിലേക്ക് ഓക്സിജനേറ്റഡ് ബ്ലഡും വരും, റൈറ്റ് ഏട്രിയയിലേക്ക് ഡീഓക്സിജനേറ്റഡ് ബ്ലഡും വരും. ലെഫ്റ്റ് വെൻട്രിക്കിളിലേക്ക് അത് റിസീവ് ചെയ്യുന്ന ഓക്സിജനേറ്റഡ് ബ്ലഡ് ആണ്, റൈറ്റ് വെൻട്രിക്കിളിലേക്ക് അത് റിസീവ് ചെയ്യുന്ന ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് ആണ്. ഇവർക്ക് രണ്ട് ആർട്ടറീസ് ഉണ്ട്, പൾമണറി ആർട്ടറി ഉണ്ട്, അതേപോലെ തന്നെ അയോർട്ട ഉണ്ട്. പക്ഷെ എന്താ പറ്റുന്നതെന്ന് ചോദിച്ചാൽ ഈ പൾമണറി ആർട്ടറി വിച്ച് ഇസ് മൂവിങ് ഫ്രം ദ റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് പോകുന്ന പൾമണറി ആർട്ടറിയും ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് പോകുന്ന അയോർട്ടയും കൂട്ടിമുട്ടുന്ന ഭാഗത്ത് ദേ ഹാവ് എ സ്മോൾ ഹോൾ സ്ട്രക്ചർ. ആ ഹോൾ അവിടെ ഉള്ളത് കൊണ്ട് 2 ബ്ലഡും തമ്മിൽ അവിടെ മിക്സ് ആയി പോകും കേട്ടോ. അവിടെ എന്താന്ന് വെച്ചാൽ കംപ്ലീറ്റ് ഡബിൾ സർക്കുലേഷൻ നടക്കുന്നില്ല. because the oxygenated and deoxygenated blood, even though it is not mixing inside the ventricle, it is undergoing mixing in the artery region. So we can say there the pumping is not efficient as the 4-chambered heart of mammals and birds. Birdsന്റെയും മാമൽസിന്റെയും പോലത്തെ 4-chambered ഹാർട്ടിന്റെ അത്ര എഫിഷ്യൻസിയോട് കൂടി ബ്ലഡ് പമ്പ് ചെയ്യാനുള്ള കഴിവ് ക്രൊക്കോഡൈലിന്റെ ഹാർട്ടിനില്ല. ആ ഒരു ഹോളിന് നമ്മൾ പറയുന്ന പേരാണ് foramen of Panizza. Okay, the hole which is present in between this one is called as foramen of Panizza. ഈ ഹോളിന്റെ പേരൊന്നും ചോദിച്ചു കണ്ടിട്ടില്ല, പക്ഷെ ക്രൊക്കോഡൈലിന്റെ ഹാർട്ട്, ഞാനിനി ഈ 3 ഒരു കോമൺ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് പറയുമ്പോൾ എന്നാ പിന്നെ എന്തിനു വേണ്ടിയിട്ടാ ക്രൊക്കോഡൈലിന് മാത്രം 4-chambered ഹാർട്ട് ഉള്ളത് എന്നങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ മനസ്സിലുണ്ടാവും. അപ്പൊ അതൊന്ന് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ foramen of Panizza പറഞ്ഞത് കേട്ടോ. സാധാരണ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് ക്രൊക്കോഡൈലിന്റെ സർക്കുലേഷൻ ഡബിൾ സർക്കുലേഷൻ ആണോ, പാർഷ്യൽ ഡബിൾ സർക്കുലേഷൻ ആണോ, ഇതൊന്നും ഇൻകംപ്ലീറ്റ് ഡബിൾ സർക്കുലേഷൻ ആണോ ഒന്നും ചോദിച്ചു കണ്ടിട്ടില്ല. So you should understand it is an incomplete double circulation because even though it is not mixing inside the ventricle, the deoxygenated and oxygenated blood is mixing inside the artery region. ഇനി ആ ഒരു റീജിയനിൽ മിക്സ് ആവാനുള്ള കാരണം അവിടെ ഒരു ചെറിയ ഹോള്, ഒരു ചെറിയ തുളയുണ്ട്. ആ തുള എനിക്ക് പറയുന്ന പേരാണ് foramen of Panizza. അതിന് പറയുന്ന ആ ചെറിയ ഹോളിന് പറയുന്ന പേരാണ് foramen of Panizza. Because of the presence of foramen of Panizza, blood is mixing inside the artery of the crocodile heart. ഓക്കെ, ഇനി നമ്മള് ഈ 3 ഓർഗാനിസത്തിനെ പറ്റി പറഞ്ഞു. ഫിഷസും ആംഫീബിയൻസും റെപ്റ്റൈൽസിന്റെ കേസിൽ ക്രൊക്കോഡൈൽസിനെയും പറഞ്ഞു. ഈ 3 ഓർഗാനിസത്തിനും ഒന്നിന് സിംഗിൾ സർക്കുലേഷൻ ഉള്ളൂ, ഒന്നിന് ബാക്കി 2 ഇൻകംപ്ലീറ്റ് ഡബിൾ സർക്കുലേഷൻ ആണ്. എന്തുകൊണ്ടാണ് ഇവർക്ക് ഇത്ര എഫിഷ്യന്റ് ആയിട്ടുള്ള ഓക്സിജൻ സപ്ലൈ ഒന്നും വേണ്ടാത്തത്? അതായത് ഓക്സിജനെ ക്യാരി ചെയ്യുന്ന ബ്ലഡിനകത്ത് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടെങ്കിലും അവർക്ക് വലിയ പ്രശ്നമില്ല. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ദേ ഡു നോട്ട് ഹാവ് ടു മെയിൻറ്റെയിൻ ദ ഹോമിയോസ്റ്റാസിസ് ഓഫ് ദ ബോഡി. അവരുടെ ബോഡിയുടെ ഹോമിയോസ്റ്റാസിസ് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യം അവർക്കില്ല. ദേ ഡു നോട്ട് മെയിൻറ്റെയിൻ ദ ഹോമിയോസ്റ്റാസിസ്, ദേ ജസ്റ്റ് കൺഫേം വിത്ത് ദെയർ എക്സ്റ്റേണൽ അറ്റ്മോസ്ഫിയർ. അതായത് എക്സ്റ്റേണൽ അറ്റ്മോസ്ഫിയറിൽ ചൂട് കൂടുതലാണെങ്കിൽ അവർക്കും ചൂട് കൂടുതലായിരിക്കും. അതുപോലെ എക്സ്റ്റേണൽ അറ്റ്മോസ്ഫിയറിൽ ടെമ്പറേച്ചർ കുറവാണെന്നുണ്ടെങ്കിൽ അവർക്കും ടെമ്പറേച്ചർ കുറവായിരിക്കും. ആ ഒരു കണ്ടീഷനിൽ അവർ അഡ്ജസ്റ്റ് ചെയ്ത് പോണതല്ലാതെ അവരൊരിക്കലും ഒരു അഡാപ്റ്റ് ചെയ്ത് നിൽക്കാൻ അല്ലെങ്കിൽ ഒന്ന് റെഗുലേറ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നില്ല. ദേ ഡോണ്ട് ഹാവ് ടു മെയിൻറ്റെയിൻ ദെയർ ബോഡി ടെമ്പറേച്ചർ ഓർ ദേ ഡോണ്ട് ഹാവ് ടു മെയിൻറ്റെയിൻ ദ ഹോമിയോസ്റ്റാസിസ് ഓഫ് ദെയർ ബോഡി. സോ ദേ നീഡ് ലെസ് amount of എനർജി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ലേ ഓക്സിജന്റെ സപ്ലൈ കൂടുതൽ വേണ്ടത്. ഓക്സിജന്റെ സപ്ലൈ നമ്മുടെ ബോഡിയിൽ കൂടുതൽ വേണം. കാരണം എന്താ, നമുക്ക് കുറേ എനർജി വേണം നമ്മുടെ ഹോമിയോസ്റ്റാസിസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. കുറേ എനർജി ഉണ്ടാവണമെങ്കിൽ ന്യൂട്രിയൻസ് അത്ര എഫിഷ്യൻ്റ് ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യണം. ന്യൂട്രിയൻസ് അത്ര എഫിഷ്യൻ്റ് ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യണമെങ്കിൽ ഓക്സിജനിക്
ടൈപ്പ് ഓഫ് റെസ്പിറേഷൻ അല്ലെങ്കിൽ എയ്റോബിക് ടൈപ്പ് ഓഫ് റെസ്പിറേഷൻ നടക്കണം. എയ്റോബിക് റെസ്പിറേഷൻ നടക്കണമെങ്കിൽ നമുക്ക് ഒരുപാട് ഓക്സിജൻ വേണം. ഒരുപാട് ഓക്സിജൻ വേണമെങ്കിൽ ഓക്സിജനെ എഫിഷ്യന്റ് ആയിട്ട് പമ്പ് ചെയ്യുന്ന ഒരു മെക്കാനിസം നമ്മുടെ ബോഡിയിൽ വേണം. നമ്മുടെ ബോഡിയിൽ അതുണ്ട്. ഓക്സിജനെ എഫിഷ്യന്റ് ആയിട്ട് പമ്പ് ചെയ്യുന്ന ഒരു ഡബിൾ സർക്കുലേഷൻ ആണ് ഹ്യൂമൻ ബോഡിയിലും അതുപോലെ മാമൽസിന്റെ കേസിൽ, ഹ്യൂമൻ ബോഡിയിൽ നിന്നല്ല മാമൽസിന്റെ കേസിലും അതുപോലെ ബേർഡ്സിന്റെ കേസിലും നമുക്ക് കാണാൻ കഴിയുന്നത്. ഓക്കെ, സോ ഹിയർ വി ക്യാൻ സേ കംപ്ലീറ്റ് ഡബിൾ സർക്കുലേഷൻ ഇസ് പ്രസന്റ് ഇൻ ദ കേസ് ഓഫ് ദ മാമൽസ് ആൻഡ് ബേർഡ്സ്. മാമൽസിന്റെ കേസിലും ബേർഡ്സിന്റെ കേസിലും കംപ്ലീറ്റ് ഡബിൾ സർക്കുലേഷൻ ആണ് നടക്കുന്നത്. അവിടെ 4 chambered ഹാർട്ട് ആണ്. ദർ ഈസ് നോ മിക്സിംഗ് ഓഫ് ഓക്സിജനേറ്റഡ് ആൻഡ് ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് ഇൻ ദ വെൻട്രിക്കിൾ ഓർ എനിവെയർ ഇൻ ദ അയോർട്ട. ഓക്കെ, സോ ഹിയർ വി ക്യാൻ സീ ഇൻ ദ കേസ് ഓഫ് ബേർഡ്സ് ആൻഡ് mammals they will be having a 4-chambered heart like this. They'll be having a 4-chambered heart and they will be having the veins which is bringing oxygenated blood here and veins which is bringing deoxygenated blood here, and we can see the artery which is pumping blood which is oxygenated blood from this region and the artery which is pumping deoxygenated blood from this region. ഇവര് സെപ്പറേറ്റ് ആയിട്ടാണ് ഓക്സിജനേറ്റഡ് ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് പമ്പ് ചെയ്യുന്നത്. ഓക്സിജനേറ്റഡ് ബ്ലഡ് ഇറ്റ് വിൽ പാസ് ത്രൂ ഔട്ട് ദ ബോഡി ആൻഡ് ദ ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് വിച്ച് ഈസ് ഗോയിങ് ഇറ്റ് വിൽ ഗോ ടു ദ lungs region and receive the blood and come back here in this position. Understand? So double circulation it is seen completely or efficiently in the case of mammals and birds, that is to fulfill the high energy requirement to supply maximum oxygen. They will not mix oxygenated and deoxygenated blood, so the blood which is receiving in the lungs it will be completely deoxygenated. The lungs which is the blood which is receiving in the body system, that will be oxygenated blood. Okay, that is 4-chambered heart which undergo double circulation. Okay, so this is all about the circulatory pathway which we have to study. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഹ്യൂമൻ സർക്കുലേറ്ററി സിസ്റ്റം ആണ് കേട്ടോ. ഹ്യൂമൻ സർക്കുലേറ്ററി സിസ്റ്റത്തിൽ നമ്മൾ ഹാർട്ടിന്റെ സ്ട്രക്ചർ പഠിക്കണം. അതേപോലെ തന്നെ അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് പഠിക്കണം. അതുപോലെ ECG എന്താണെന്ന് പഠിക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒന്നും കൂടെ ഡബിൾ സർക്കുലേഷൻ എന്താണ് ഇത്രയും പറഞ്ഞു കഴിയുമ്പോൾ ഡബിൾ സർക്കുലേഷൻ ഒന്നും കൂടെ നിങ്ങൾക്ക് പറയുമ്പോൾ ഈസി ആയിട്ട് മനസ്സിലാവും. സോ ഡബിൾ സർക്കുലേഷൻ ഇറ്റ് ഹാസ് ഗിവൻ യു ആഫ്റ്റർ ഇലക്ട്രോകാർഡിയോഗ്രാം കഴിഞ്ഞിട്ടാണ് കൊടുത്തിട്ടുള്ളത്. സോ വി വിൽ സീ ദാറ്റ് afterwards. Okay.